ചക്കയെല്ലാം ധാരാളമായി കിട്ടുന്ന സമയമാണ്. മഴയെല്ലാം പെയ്ത് ചുളയെല്ലാം നാശമാവുന്നതിന് മുമ്പ് 1-2 തവണയെങ്കിലും ചക്ക എരിശ്ശേരി ഉണ്ടാക്കണ്ടേ. ചക്കച്ചുള പറിച്ച് കിട്ടിയാൽ പിന്നെ എരിശ്ശേരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഇത്രയും ചുള എടുത്തിട്ടുണ്ട്. ഇതിലെ കുരുവെല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ ഏകദേശം ഇതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. എരിശ്ശേരി ഉണ്ടാക്കാനായി നമ്മൾ ഈ ചുള അരിഞ്ഞെടുക്കുന്ന സമയത്ത് വട്ടത്തിലാണ് അരിയുന്നത്. വട്ടത്തിലരിഞ്ഞ് നമുക്കതിനെ 1-2 ചെറിയ കഷ്ണങ്ങൾ കൂടി ആക്കിയെടുക്കാം. അതുപോലെ തന്നെ ചുളയുടെ മുകൾ ഭാഗവും കീഴ്ഭാഗവും നമ്മൾ എടുക്കില്ല. അത് പിന്നീട് നമുക്ക് മെഴുക്കുപുരട്ടിയോ മറ്റോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ചുളയുടെ നടുവിലുള്ള ഭാഗം മാത്രമാണ് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു 5-6 ചക്ക കുരുവും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ ധാരാളം മതി. ഇനി അരപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ 1 മുറി തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവൻ അരയ്ക്കുന്നില്ല. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ അവസാനം വറുത്തിടുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അല്പം ജീരകവും 1-2 പച്ചമുളകും ചേർത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മുടെ ചക്കച്ചുളയെല്ലാം ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്രഷ് ചെയ്തെടുത്ത ആ തേങ്ങ ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അധിക സമയമൊന്നും ഇത് വേവിക്കേണ്ട. ചെറിയ തീയിൽ 1-2 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് പാകമായി കിട്ടും. നമ്മുടെ എരിശ്ശേരി ഇപ്പോൾ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വറവ് തയ്യാറാക്കണം. ഒരു ചട്ടി ചൂടാക്കുക. അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയുണ്ടല്ലോ, അത് ഇതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ചുവന്ന നിറമാവുന്നത് വരെ, തേങ്ങ ചുവന്ന നിറമാവുന്നത് വരെ നമ്മളിത് ഈ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. തേങ്ങയെല്ലാം നല്ലതുപോലെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. ചക്ക എരിശ്ശേരി ചൂടോടെ തന്നെ കഴിക്കണം. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ്. ഇത് പുറത്ത് വെക്കുകയാണെങ്കിൽ അധിക സമയം ഇരിക്കില്ല. അങ്ങനെ രാത്രിയിലേക്കോ മറ്റോ ഒക്കെ ആവശ്യമുള്ളവരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക.